ഷെയർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു റീസ്റ്റോക്ക് കിച്ചൺ ഐറ്റംസ് ഡ്യൂറിങ് മൺസൂൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൺസൂൺ ടൈമിൽ നമുക്കറിയാം ഒരുപാട് ഹ്യൂമിഡിറ്റി കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നൊരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസും അതുപോലെ വെജീസും കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കെൻഡാണ്. അപ്പോൾ ഈ ഒരു ഡേയ്സിലാണ് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വെജീസ് കാര്യങ്ങളെല്ലാം വാങ്ങുന്നത്. അതുപോലെ തന്നെ ഗ്രോസറീസ് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മൺസൂൺ ടൈമിൽ സ്റ്റോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം നമ്മൾ എന്തൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതാണ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കറക്റ്റ് വിഷ്വലാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡ് വേസ്റ്റേജ് ഒഴിവാക്കാനും ടൈം സേവ് ചെയ്യാനും അതുകൂടെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഓവർ ബൈ ചെയ്യാതിരിക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ലിസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായാലും കുറച്ച് വാങ്ങിക്കുന്നതായാലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിലും ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കുന്നത് വെജീസാണ്. അപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ ആ ഒരു വീക്കിനുള്ളത് മാത്രം മൺസൂൺ ടൈമിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ ട്വൈസ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒരു 2-3 ഡേയ്സൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ടൈമും കൂടെ ഈ ഒരു വീക്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വെജീസ് നമുക്ക് ഒരു വീക്കിലേക്കുള്ളത് ഫുള്ളായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് അത് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റോക്കും കൂടെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമ്മർ ടൈമിൽ വെജിറ്റബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന പോലെ അല്ല മൺസൂൺ ടൈമിൽ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ ചെന്നാലും അവിടെ ഒരുപാട് അവർ സ്റ്റോക്ക് ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് ഡേർട്ട് കാര്യങ്ങൾ വരാനും അതുപോലെ തന്നെ പല ആൾക്കാർ വന്നിട്ട് യൂസ് ചെയ്യുന്നതും തൊടുന്നതായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ഒരു സമ്മർ ടൈമിൽ നമ്മൾ പോകുന്നതും അല്ലാതെ ഈ ഒരു മൺസൂൺ ടൈമിൽ പോകുന്നതായിട്ടുള്ള രണ്ട് ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. വെറ്റായിട്ട് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ക്യാബേജ് കാര്യങ്ങൾ എല്ലാം നോക്കിയപ്പോൾ തന്നെ അതിൽ ഡോട്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ചെറിയ ഡോട്ട്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെജീസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിവതും സീസണലായിട്ട് വരുന്ന ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൺസൂൺ ടൈമിൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് ഓഫ് സീസണിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രൂട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ സവാളയൊക്കെ വാങ്ങിക്കുമ്പോൾ ഡ്രൈഡ് ആയിട്ടുള്ള പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ആ ഒരു സവാള അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ അതിൽ പുഴുക്കളും കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അവിടെ സ്റ്റോക്കും കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഈ ഒരു ബീട്രൂട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ബീട്രൂട്ടിൽ നല്ലോണം ജലാംശം ഉള്ളൊരു വെജാണ്. അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേബേജ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഡ്രം സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് പ്രോപ്പർ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനും അതുപോലെ പർച്ചേസ് ചെയ്യാനും. ഇനി ഫ്രൂട്ട്സ് വന്നിട്ട് നമ്മൾ 3-4 ഡേയ്സിനുള്ളതാണ് വാങ്ങിക്കൽ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കാത്തതെല്ലാം ഈ ഒരു ടൈമിൽ പരീക്ഷിച്ച് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വീക്കൊക്കെ ആണെങ്കിൽ അതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് സെപ്പറേറ്റ് വാങ്ങിക്കണമെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് നമുക്കിനി പൾസസിൻ്റെ കാര്യത്തിൽ ചെറുപയറായിരുന്നു ഈ ഒരു വീക്കിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു മൾട്ടി ഗ്രെയിൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിക്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ വന്നിട്ട് റവയാണ് കേട്ടോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതും കൂടിയിട്ടായിരുന്നു ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിലേക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ആദ്യം തന്നെ പ്രോപ്പർലി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. സമ്മേഴ്സിലൊക്കെ നമ്മൾ വെജീസൊക്കെ വാങ്ങുമ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ശീലം പതിവാക്കുന്ന ആളല്ല. ടൊമാറ്റോസ് കാര്യങ്ങളൊന്നും ഞാൻ വാഷ് ചെയ്യാതെ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടാണ് എടുത്ത് വെക്കൽ. അപ്പോൾ മൺസൂണിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് വെജീസ് യൂസ് ചെയ്യുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡ്രൈഡായിട്ട് സൂക്ഷിക്കേണ്ട വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഐറ്റംസ് എല്ലാം നല്ലോണം വാഷ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചെടുത്ത് വയ്ക്കുന്നത്.
വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം എടുത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ ലീഫി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ചീര പോലുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ചെറിയ രീതിയിലുള്ള പുഴുക്കൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണിൽ പെടാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലായാലും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്താൽ തന്നെ മതിയാകും, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ വിനെഗർ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം, ഇതിലേതെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോന്നും ഫ്രഷായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഓരോന്നും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നമ്മളിത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചർ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഒരു ക്ലോത്തിൽ നിരത്തി വെച്ചതിന് ശേഷം എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓരോന്നിൻ്റെയും വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർലി സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു മീൽ പ്രപ്പ് റെഡിയാക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് ഒരു മീൽ പ്രപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഐറ്റവും ഓരോ ദിവസമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മോട്ടിവേറ്റഡ് ആകും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയായിരിക്കും കുക്ക് ചെയ്ത് പോകില്ല. അപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എല്ലാ ഐറ്റവും നമ്മൾ ആ ഒരു വീക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് മീൽ പ്രപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ബാഗ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഓരോ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷവും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രോസറി ഷോപ്പിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ബാഗ്സ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കുന്ന ബാഗ്സ് ഡെയിലി ആ ഒരു പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാഗ്സൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പൾസസ് നമ്മളധികം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വീക്കിൽ ഈ ഒരു മൾട്ടി ഗ്രെയിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ട് ചെറുപയറെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള ചെറുപയറിൻ്റെ ബോട്ടിലേക്ക് തന്നെയാണ് സെയിം ഐറ്റം റീസ്റ്റോക്ക് ചെയ്തെടുക്കുന്നത്. നേരത്തെ ഞാൻ വീട്ടിൽ ഇതുപോലെ മൾട്ടി പൾസസ് എല്ലാം ഒരുമിച്ച് വറുത്ത് പൊടിച്ചിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പൾസ് മിക്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോന്നിൻ്റെയും വേവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മിക്സ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനാണിത്. നമ്മുടെ വീക്ക്ലി മീൽ പ്രപ്പിൽ ഒരു ദിവസം ഇങ്ങനെയുള്ള മൾട്ടി ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈവനിങ് ആയിരുന്നു ഗ്രോസറി ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളത്. അത് കഴിഞ്ഞ് വന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ട് മഗ്‌രിബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡിന്നറിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഡിന്നറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇന്ന് നമുക്ക് നാട്ടിൽ നിന്നും കൂടെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അരി, തേങ്ങ, അതുപോലെ വിനാഗിരി, അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അതിൻ്റെ കണ്ടെയ്നർ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റീഫിൽ ചെയ്തിട്ട് തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബൾക്കായിട്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തേങ്ങ വരുമ്പോൾ നമ്മളത് ഫ്രീസറിൽ സൂക്ഷിക്കാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതുപോലെ ഗ്രോസറീസ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്തായാലും നമ്മൾ ആ ഒരു കറക്റ്റ് ഫോമിൽ അതിനെ പ്രിസർവ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കതൊരു ലോങ് ടൈമായിട്ട് കേടുവരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഫോമിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മീൽ പ്രിപ്പ് മസ്റ്റാണ്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ മോർണിങ്ങിനുള്ള
ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും അതുപോലെ സാമ്പാറും കൂടിയിട്ടാണ്. അപ്പോൾ സാമ്പാർ മിക്സ് ഞാനെപ്പോഴും രാത്രി തന്നെ ഒരു കട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം വെക്കലുണ്ട്. കാരണം അത് പല വെജിറ്റബിൾസും എടുത്ത് കട്ട് ചെയ്യേണ്ട ആ ഒരു തിരക്ക് രാവിലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിക്സ് എപ്പോഴും കട്ട് ചെയ്യലുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കലുള്ളത് സവാളയാണ്. സവാള ഒരിക്കലും കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കലാണ്. റെഡി ടു യൂസ് എന്നുള്ള രീതിയിലാണ് എടുത്ത് വെക്കുന്നത്. അതിലേക്കുള്ള ലീവ്സ്, കറി ലീവ്സ് വരെ ഞാൻ അതിലിട്ട് വെക്കലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡ്രം സ്റ്റിക്കാണ്. ഡ്രം സ്റ്റിക്കൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയൊന്നും കളയാതെ ജസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രം സ്റ്റിക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി സൂക്ഷിച്ചതിന് ശേഷം വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ലോങ് ടൈം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനും നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി പച്ചമുളക് സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് ഒരു ജാറിലേക്ക് അടിയിലും മുകളിലൊക്കെ ആയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അത് കേടുകൂടാതെ തന്നെ കിടക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു മാസത്തേക്കൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആണ്. ഒരു മാസം വരെ കേടുകൂടാതെ തന്നെ നമുക്കിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെയിം വേയിലാണ് നമ്മൾ കറി ലീവ്സും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. താഴെയും മേലൊക്കെ ആയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് ലോങ് ടൈം സ്റ്റോറേജിനൊക്കെ ആണെങ്കിൽ ഫ്രഷ് കറി ലീവ്സ് കിട്ടുവാണെങ്കിൽ അത് തണ്ടോടുകൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വർഷം സമ്മർ വെക്കേഷൻ്റെ ടൈമിൽ ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചധികം തന്നെ കറി ലീവ്സ് ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ചപ്പോൾ എനിക്ക് ഒരു മാസത്തോളം അത് കേടുകൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ ഈ ഒരു ഓർഗനൈസറിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പേപ്പർ ബാഗ് ഓർഗനൈസറാണ്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതുപോലെയുള്ള പേപ്പർ ബാഗ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് ഓൾറെഡി ആ ഒരു മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളവും കാര്യങ്ങളൊന്നും റിലീസ് ചെയ്യാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഒരു വെജിറ്റബിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ടിഷ്യൂ പേപ്പറൊക്കെ താഴെ വിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ അത് എക്സ്ട്രാ വന്നിട്ടുള്ള ഐറ്റംസ് ഞാൻ ഫസ്റ്റിലിനി പ്രിഫറൻസ് കൊടുക്കുന്ന ഐറ്റംസാണ് ആ ഒരു ഓപ്പൺ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറിങ് എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചാൽ അത് കറക്റ്റ് വേയിൽ ക്ലീൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത് നമ്മൾ കറക്റ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും ഒരു മീൽ പ്രിപ്പ് ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് നമ്മളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം പതിവായിരിക്കും, ടോയ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് നമ്മുടെ ബെഡും അതുപോലെ സീറ്റിംഗ് ഏരിയ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ഇതിപ്പോൾ വന്നിട്ട് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും കൂടിയിട്ടാണ് പ്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വീക്കിലേക്കുള്ള ഒരു മീൽ പ്രിപ്പ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിൽ ഫസ്റ്റ് ഡേ മൺഡേ ആണ് കേട്ടോ. ഇത് മൺഡേ മോർണിംഗ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി ആൻഡ് സാമ്പാറാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മീൽ പ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം സേവ് ചെയ്യാനും മാത്രമല്ല നല്ലൊരു ഹെൽത്തി ഡയറ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വീക്കിലേക്കുള്ള മീൽ പ്രിപ്പ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൺസിഡർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.